ആലപ്പുഴയിലെ വിഭാഗീയതയിൽ താൻ കളത്തിന് പുറത്താകുമെന്ന് മനസ്സിലാക്കിയാണ് പിണറായി രംഗത്തെത്തുകയും ഗോവിന്ദനെ പുറത്താക്കി സമ്മേളനത്തിന് ചുക്കാൻ കയ്യിലെടുക്കുകയും ചെയ്തത്. ഇത് ഗോവിന്ദനുള്ള മുന്നറിയിപ്പായിരുന്നു. എന്നാൽ ഗോവിന്ദനാകട്ടെ ഒരു ആശങ്കയുമില്ലാതെ പിണറായി വിരുദ്ധരുടെ കൂട്ടായ്മയുണ്ടാക്കി ഭാവിയെ നേരിടാൻ ഇറങ്ങുകയാണ്. ആലപ്പുഴയിലെ സമ്മേളനത്തിൽ നിന്ന് ബഹിഷ്കരിക്കുക വഴി താൻ പിണറായിയെ ഭയക്കില്ലെന്ന വ്യക്തമായ സന്ദേശം നൽകുകയും ചെയ്തു. CPM-ൽ സംഭവിക്കുന്നത് പതിവിലും വിപരീതമായ സംഭവങ്ങളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അപ്രമാദിത്വത്തിൽ പ്രതിഷേധിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആലപ്പുഴ CPM ജില്ലാ സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനം ബഹിഷ്കരിച്ചത് വാർത്തയായിരുന്നു. സെമിനാറിൽ മാത്രം പങ്കെടുത്ത് ഗോവിന്ദൻ ജില്ല വിട്ടു. 3 ദിവസത്തെ ജില്ലാ സമ്മേളനം പിണറായിമയമായിരുന്നു. ഗോവിന്ദൻ കാഴ്ചക്കാരൻ മാത്രമായി. മാധ്യമങ്ങളെല്ലാം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതോടെ ഗോവിന്ദന്റെ ആഹ്ലാദം വാനോളം ഉയർന്നു. സമ്മേളനത്തിന് നിയന്ത്രണം പൂർണ്ണമായും PB അംഗമായ പിണറായി വിജയൻ കൈയടക്കി. ഉദ്ഘാടനവും പ്രതിനിധികളോടുള്ള ആമുഖ പ്രസംഗവും നിർവഹിച്ചത് പിണറായി വിജയനായിരുന്നു. സമ്മേളനത്തിന് സമാപനമായി നടത്തിയ പൊതുസമ്മേളനം കൂടി പിണറായി ഉദ്ഘാടനം ചെയ്തതോടെ സംസ്ഥാന സെക്രട്ടറിക്ക് യാതൊരു റോളും ഇല്ലാതെയായി. ഈ സാഹചര്യത്തിലാണ് പുതിയ ജില്ലാ സെക്രട്ടറിക്കും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും പൊതുവേദിയിൽ ആശംസ പോലും അർപ്പിക്കാതെ സംസ്ഥാന സെക്രട്ടറി സ്ഥലം വിട്ടത്. ഗോവിന്ദനെ കാഴ്ചക്കാരനാക്കിയാണ് പിണറായി സമ്മേളനം കൈപ്പിടിയിലാക്കിയത്. സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മന്ത്രി സജി ചെറിയാൻ പക്ഷം സമഗ്ര ആധിപത്യം നേടിയെങ്കിലും R നാസറിനെ ജില്ലാ സെക്രട്ടറിയായി തുടരാൻ അനുവദിച്ചു. 3 ദിവസം പൂർണ്ണമായും പങ്കെടുത്താണ് പിണറായി സമ്മേളന നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചത്. ഔദ്യോഗിക പക്ഷത്ത് ഭിന്നത രൂക്ഷമായി തുടരുന്നത് പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാതിരിക്കാനാണ് മുഖ്യമന്ത്രി ആദ്യാന്തം തുടരുന്നത്. ഉദ്ഘാടനവും സമാപനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനവും പിണറായി വിജയനാണ് നടത്തിയത്. പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ സർക്കാരിനെതിരെയും പാർട്ടി നേതൃത്വത്തിനെതിരെയും വിമർശനം ഉന്നയിക്കാൻ പ്രതിനിധികൾ ധൈര്യം കാണിച്ചതുമില്ല. വിമർശനങ്ങൾ തീരെ കുറവായിരുന്നതിനാൽ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ വിചാരിച്ചതിലും മണിക്കൂറുകൾക്ക് മുമ്പ് അവസാനിച്ചു. ചർച്ചകളെ മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി അഭിനന്ദിച്ചിരുന്നു. ചർച്ചകൾ ക്രിയാത്മകമായി മുൻപത്തെ സമ്മേളനങ്ങളിലെ ചർച്ചകൾ പോലെയല്ല ഇത്തവണ നടന്നത്. വ്യക്തി വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒഴിവായത് നല്ല ലക്ഷണമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കായംകുളം MLA U പ്രതിഭയെയും മാവേലിക്കര MLA MS അരുൺകുമാറിനെയും ഉൾപ്പെടെ 4 പേരെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. അതേസമയം 5 പേരെ ഒഴിവാക്കി 46 അംഗ കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തത്. മാരാരിക്കുളം ഏരിയ സെക്രട്ടറി രഘുനാഥ്, ആലപ്പുഴ ഏരിയ സെക്രട്ടറി അജയ് സുധീന്ദ്രൻ എന്നിവരാണ് MLA-മാരെ കൂടാതെ ജില്ലാ കമ്മിറ്റിയിൽ പുതുതായി ഇടം നേടിയത്. K സുരേന്ദ്രൻ, G വേണുഗോപാൽ, P അരവിന്ദാക്ഷൻ, ജലജ ചന്ദ്രൻ, N ശിവദാസൻ എന്നിവരാണ് പുറത്തായത്. പാർട്ടിക്ക് മേലെയൊന്നും ആരും വളരില്ല. പാർട്ടിയുടെ ഭാഗമാവാതെ പാർട്ടിക്ക് അപ്പുറം കടക്കാൻ ഒരാൾക്കും സാധിക്കില്ല. CPM സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ സെക്രട്ടറി MV ഗോവിന്ദന്റെ ഈ മറുപടിയിൽ സന്ദേശം വ്യക്തമായിരുന്നു. ചോദ്യം അൻവറിനെ കുറിച്ചായിരുന്നു. പക്ഷേ മറുപടിയിലെ ഉന്നം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. കണ്ണൂരിലെ ഒരു കൂട്ടം നേതാക്കളുടെ അകമഴിഞ്ഞ പിന്തുണ MV ഗോവിന്ദനുണ്ട്. തന്നെ പിണറായിയുടെ ഓഫീസിലെ ശുദ്ധീകരണത്തിന് ഇറക്കിവിട്ടത് CPM-ലെ ചില പ്രമുഖ നേതാക്കളാണെന്ന അൻവറിന്റെ പരസ്യ പ്രസ്താവനയെ ഇതുമായി കൂട്ടിവായിക്കണം. P ജയരാജനെയാണ് അൻവർ ഉദ്ദേശിച്ചതെന്ന് കരക്കമ്പിയുണ്ട്. P അൻവർ MLA നടത്തുന്നത് ഗുരുതരമായ വഴിതെറ്റിക്കലാണെന്നും വലതുപക്ഷത്തിന്റെ നാവായി അൻവർ മാറിയെന്നും CPM നേതാവ് P ജയരാജൻ പറഞ്ഞെങ്കിലും ജയരാജന്റെ ഗൾഫ് യാത്രയുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഒഴിഞ്ഞിട്ടില്ല. ഇതാണ് P ജയരാജൻ പറഞ്ഞത്. കഴിഞ്ഞ വർഷമാണ് ഞാൻ ഗൾഫിൽ പോയത്. അൻവറിനെ കണ്ടിട്ടില്ല. അൻവറിന് പിന്നിൽ താനാണെന്നുള്ളത് കള്ളപ്രചാരണമാണ്. പാർട്ടി സമ്മേളനങ്ങളെ ലക്ഷ്യമിട്ടാണ് അൻവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് സംശയം. ഇടുക്കിയിലെ റിസോർട്ട് ഉദ്ഘാടനത്തിൽ താൻ മാത്രമല്ല MM മണി അടക്കമുള്ള നേതാക്കൾ എത്തിയിരുന്നുവെന്നും P ജയരാജൻ പറഞ്ഞു. കേരളത്തിലെ ഒരു നേതാവ് ഗൾഫിൽ ചില കൂടിയാലോചനകൾ നടത്തിയ ശേഷമാണ് അൻവറിന്റെ കടന്നാക്രമണം എന്ന തരത്തിൽ CPM-നുള്ളിൽ പ്രചാരണമുണ്ടായിരുന്നു. ഒരു സംസ്ഥാന സമിതി നേതാവിനെതിരെയാണ് ഈ ആരോപണം എന്നതായിരുന്നു വാർത്ത. ഈ സാഹചര്യത്തിലാണ് ജയരാജന്റെ വിശദീകരണം ശ്രദ്ധേയമായത്.